അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന പുതിയൊരു ബാച്ചാണ് RRB NTPC 2026ൻ്റെ സൂപ്പർ 30 ബാച്ച് എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, നിങ്ങളോട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടോ? എന്നാൽ നല്ലൊരു ജോലിയും ഉണ്ട്, അതും ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ. സോ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ഡിഗ്രി, അത് ഏത് ഡിസിപ്ലിനിൽ നിന്നും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ അനേകം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ത്യൻ റെയിൽവേയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ഡിഗ്രി ഹോൾഡേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ്. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസ് എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. നമുക്കറിയാം, ലോകത്തിലെ തന്നെ വളരെ വലിയ ഒരു റിക്രൂട്ടറാണ്, അതായത് വൺ ഓഫ് ദ ലാർജസ്റ്റ് എംപ്ലോയേഴ്സ് ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ളത്. ഓരോ വർഷവും 50,000-ന് മുകളിൽ വേക്കൻസീസ് ആണ് ഇന്ത്യൻ റെയിൽവേയിൽ വരാറുള്ളത് തന്നെ. ഡെഫിനറ്റ്ലി ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതുകൂടാതെ റെയിൽവേ ആയതുകൊണ്ട് തന്നെ റെയിൽവേ പാസുകളും പ്രത്യേക കൺസെഷനും റെയിൽവേ ക്വാർട്ടേഴ്സ് താമസത്തിനും അങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. സോ നിങ്ങളുടെ ഡിഗ്രി സ്ട്രീം ഏതാണെങ്കിലും അതിനെല്ലാം അനുസരിച്ചിട്ടുള്ള ജോലികൾ, അതായത് പല തരത്തിലുള്ള പ്രൊഫൈലുകൾ ഇന്ത്യൻ റെയിൽവേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാം. രാജ്യം ഒത്തിരി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബിൻ്റെ കൂടെ നല്ല സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ജോബ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഡിഗ്രി ഹോൾഡേഴ്സിനുള്ള ജോബ്സ് എന്ന് നോക്കാം. സോ പ്രധാനമായിട്ടും 2 റിക്രൂട്ട്മെൻറ്റുകളിലൂടെയാണ് ഗ്രാജുവേറ്റ്സിന് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുക. അതിലൊന്ന് RRBയുടെ NTPC എക്സാമിനേഷൻ ആണ്. NTPCയിൽ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പ്രൊഫൈലും നമ്മൾ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രാജുവേറ്റ്സിന് വന്നിരിക്കുന്ന ജോലികൾ ഏതൊക്കെയാണ്, അവയിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയാണ്, ആൻഡ് ഏജ് റിലാക്സേഷൻ എത്രയാണ് വരിക, ഏജ് ലിമിറ്റ് എത്രയാണ് വരിക, വിദ്യാഭ്യാസ യോഗ്യതകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കേഡറാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ RPF എന്ന് പറയുന്നത്. സോ ഇത് ആംഡ് ഫോഴ്സ് ആണ്. സോ നമ്മുടെയൊക്കെ പോലീസ് പോലെ തന്നെ റെയിൽവേയുടെ പോലീസിനെയാണ് നമ്മൾ RPF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന റിക്രൂട്ട്മെൻറ്റ് 2 രീതിയിലാണ്. ഒന്ന് SIയും വരുന്നുണ്ട്, പിന്നെ വരുന്നത് കോൺസ്റ്റബിളും ആണ്. അപ്പോൾ അതിൽ SI പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് ഡിഗ്രി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് RRB NTPC എന്ന് നോക്കാം. NTPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ്. സോ നോൺ ടെക്നിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ടെക്നിക്കൽ ആയിട്ടുള്ള സ്ട്രീംസ്, അതായത് എൻജിനീയറിംഗ് സ്ട്രീംസോ ഡിപ്ലോമ സ്ട്രീംസോ ഒന്നുമല്ല. നിങ്ങൾ അത്തരത്തിലുള്ള ടെക്നിക്കൽ ജോലികളല്ല ഇവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പേപ്പേഴ്സും ഇതിൽ ഉണ്ടാവില്ല. ജനറൽ ആയിട്ടുള്ള ഡിഗ്രി പഠിച്ച BSCയോ BTechോ അല്ലെങ്കിൽ BAയോ ഏത് പഠിച്ച ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകൾ ക്ലറിക്കൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ വരുന്നുണ്ട്, ആൻഡ് ഓപ്പറേഷണൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഈ 3 തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന 2 സ്റ്റേജുകൾ CBT 1ഉം CBT 2ഉം ആണ്. ഇനി ചില സ്പെസിഫിക് പോസ്റ്റുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണെങ്കിൽ അവിടെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അതേ സമയം സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റുകൾക്ക് അവിടെ ഒരു CBAT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു 3rd ലെവൽ ടെസ്റ്റ് കൂടി ഉണ്ടാകും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയിലെ NTPCയിലെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. NTPCയിലെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് പ്രായപരിധി എന്ന് പറയുന്നത് 18നും 33 വയസ്സിനും ഇടയിലാണ്. സോ ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇതിന് മുൻപ് വന്ന സൈക്കിളിൽ
18-നും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. അത് കോവിഡ് റിലാക്സേഷൻ 3 ഇയേഴ്സ് പ്ലസ് വന്നതുകൊണ്ടാണ്. പക്ഷേ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് 18 തൊട്ട് 33 വയസ്സിൻ്റെ ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ജനറൽ കാറ്റഗറിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതേസമയം SC/ST കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്കിവിടെ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. OBC-കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ആൻഡ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമാണ്. അല്ലാതെ ഇന്ന സ്പെസിഫിക് സ്ട്രീം എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം, ഇന്ന സബ്ജക്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുന്ന കട്ട് ഓഫ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഡിഗ്രി നിങ്ങൾ പാസ്സായാൽ മാത്രം മതി. ഓക്കെ. ആൻഡ് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ടൈപ്പിംഗ് സ്കില്ല് അത് ഡിസൈറബിൾ ആണ്. ടൈപ്പിംഗ് സ്കില്ലിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്സാം ഉണ്ടാകും. അത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ. എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. സോ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സ്കിൽസും ടൈപ്പിംഗ് സ്കിൽസും മാൻഡേറ്ററി ആണ് എന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അത് ഡിസൈറബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണ് സാധാരണ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വരാറുള്ളതെന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് പ്രൊഫൈൽ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓരോ പോസ്റ്റും എന്താണ്, അതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, പ്രൊമോഷൻ സാധ്യതകൾ, സാലറി തുടങ്ങിയിട്ടുള്ള ആ ജോലികളുടെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് അസിസ്റ്റൻറ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വരും. നമ്മുടെ ടീച്ചേഴ്സ് പലരും ഡിഫറെൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സിൽ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണിത്. ഓക്കെ. സോ ബേസിക്കലി എന്താണ് ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്? ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെയും കോർഡിനേഷൻ്റെയും ഒക്കെ ഒരു ഓവറോൾ റോള് വഹിക്കുക. അതായത് ട്രാഫിക് പോലീസിൻ്റെ പോലെ, നാട്ടിലെ ട്രാഫിക് പോലീസ് പോലെ ട്രെയിനുകളുടെ മൂവ്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗുഡ്സ് ഗാർഡിൻ്റെ റോള് പ്രധാനമായിട്ടും ഫ്രൈറ്റ് ട്രെയിനുകൾ, അതായത് ഗുഡ്സ് ട്രെയിനുകളുടെ ഓപ്പറേഷനും സേഫ്റ്റിക്കും സൂപ്പർവൈഷൻ നടത്തുക എന്നുള്ളതാണ്. അടുത്തത് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. സോ ഇവിടെ ബുക്കിംഗ് ആൻഡ് ടിക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പാസഞ്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും. നെക്സ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇവിടെ അത്ര ഒരു ഫ്രണ്ട് ഓഫീസിൻ്റെ ഭാഗമല്ലാതെ ഒരു ക്ലറിക്കൽ ജോലി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ജോലിയായിരിക്കും. പിന്നെ വരുന്നത് സീനിയർ ടൈം കീപ്പർ, സ്റ്റേഷൻ മാസ്റ്റർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന 3 പോസ്റ്റുകളാണ്. സോ ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ട്രെയിനും ഏത് സമയത്താണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്, പോകുന്നത് തുടങ്ങിയിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, എന്നിട്ട് അത് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ്. സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റേഷൻ്റെ ഓൾ ഇൻ ഓൾ ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും സ്റ്റേഷൻ മാസ്റ്റർ മുഖേനയായിരിക്കും ഒരു മൊത്തം സ്റ്റേഷനിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇനി അടുത്തത് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്. അത് റെയിൽവേയിലെ, അത് ഏത് ഡിവിഷനിൽ ഏത് ഓഫീസിലാണോ അവിടുത്തെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഈ ഗ്രാജുവേറ്റ് ലെവലിൽ RRB NTPCയിൽ വിളിക്കുന്ന പോസ്റ്റുകൾ. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. സോ അതിന് മുൻപ് നമുക്ക് ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന 6 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻസ് മാനേജർ, നെക്സ്റ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രാഫിക് അസിസ്റ്റൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം 5800 വേക്കൻസീസ് ആണ് ഡിഗ്രിക്കാർക്ക് മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടാതെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലും ഇതുപോലെ ഒരു 4 പോസ്റ്റുകൾ വരുന്നുണ്ട്. സോ അതിൽ 3000+ വേക്കൻസീസ് ആണ്. സോ ഗ്രാജുവേറ്റ് പോസ്റ്റിനും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും കൂടെ 8000+ വേക്കൻസീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ +2 മാത്രമുള്ളവർക്ക് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീനിലുള്ള പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഡിഗ്രി വേണം. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഡിഗ്രിക്കാർക്കുള്ള പോസ്റ്റുകളാണ് ഈ തന്നിരിക്കുന്ന 6 പോസ്റ്റുകൾ. 5800 വേക്കൻസീസ് ആണ് ഇത്തവണ വരാൻ പോകുന്നത്. ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ ഉടനെ വരും. എക്സാം ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നടക്കും. ഓക്കെ. മിക്കവാറും നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിലായിരിക്കും എക്സാം നടക്കുന്നത്. ഓക്കെ. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്. അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട.
join our gold batch today. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ജോലി പ്രൊഫൈലൊക്കെ നമുക്ക് നോക്കാം. സോ ഇവിടെ ഈ 6 പോസ്റ്റുകൾക്കും പല പേ ലെവൽസ് ആണ്, അതായത് ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആണ്. അതിൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് പേയിങ് ജോബ്സ് ആണ് ഈ ഒരു എക്സാമിലൂടെ വരുന്നതിൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. സോ 25,500 തൊട്ട് 35,400 വരെയാണ് നമുക്ക് ഈ ജോലിയുടെ ബേസിക് പേ മാത്രം വരുന്നത്. ബേസിക് പേ എന്ന് വെച്ചാൽ അത് മാത്രമാണ് നിങ്ങളുടെ ശമ്പളം. അതിൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് തന്നെ 50% അബവ് ആണ്, 58% സംതിങ് ആണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 25,000 രൂപയാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ അതിൻ്റെ പകുതി തന്നെ ഡയറക്റ്റ് DA ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് HRA കിട്ടും, ട്രാവൽ അലവൻസ് കിട്ടും, നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ അലവൻസ് ഉണ്ട്, ഓവർ ടൈമിന് വേറെ അലവൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 45,000 റുപ്പീസിൻ്റെ അടുത്തായിരിക്കും നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി. എന്ന് വെച്ചാൽ അതിലേക്ക് NPF-ലേക്ക്, അതായത് നാഷണൽ പെൻഷൻ സ്കീമിലേക്കൊക്കെ വന്നിരിക്കുന്ന ഡിഡക്ഷൻസും വരും. അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഏകദേശം 45,000 റുപ്പീസിൻ്റെ അടുത്ത് വരും. ഇനി അതുകൂടാതെ തന്നെ റെയിൽവേയിൽ ജോബ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ജോബ് സെക്യൂരിറ്റിക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾ അത്രയും എന്താ പറയുക, ടെറിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഇതേ ജോലിയിൽ തന്നെ തുടരാം. സോ അത്ര അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നിങ്ങളുടെ ജോലി പോവുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഒരു 100% സ്റ്റെബിലിറ്റി ഉള്ള ജോബാണ്. മെഡിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്കും കിട്ടും, നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും കിട്ടും, പെൻഷൻ അവൈലബിൾ ആയിരിക്കും, ട്രാവൽ കൺസെഷൻസ് റെയിൽവേയിലായതുകൊണ്ട് തന്നെ കിട്ടും. ഇനി അതുകൂടാതെ തന്നെ റെയിൽവേയിലൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റ് നമ്പർ ഓഫ് അവേഴ്സ് നിങ്ങൾ ക്ലോക്ക് ഇൻ ചെയ്യുക. അതായത് ഇന്ന അവർ തൊട്ട് ഇന്ന അവർ വരെ ആയിരിക്കും നിങ്ങളുടെ ജോലി. അതിൽ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡിക്കലാണ്. എന്ന് വെച്ചാൽ ഇത്ര അവേഴ്സ് നിങ്ങൾ റെക്കോർഡിക്കലി ഓവർ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് തരുന്ന പൈസയ്ക്ക് നിങ്ങൾ പണിയെടുത്താൽ മതി, അതിൽ കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം ബേസിക്കലി. ഓക്കെ, സോ ഇവിടെ എല്ലാം തന്നെ ഒരു പ്രോപ്പർ എന്താ പറയുക പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലോയിലൂടെയാണ് പോകുന്നത്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ള എക്സ്ട്രാ ബോണസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ തവണയൊക്കെ വന്നിരിക്കുന്ന വേക്കൻസീസ് കൂടെ നമുക്ക് നോക്കാം. സോ നോർമലി ഇത്തവണ വന്നിരിക്കുന്ന സൈക്കിൾ പ്രകാരം, കഴിഞ്ഞ തവണത്തെ അല്ല ഇത്തവണ ഷോർട്ട് നോട്ടീസ് വന്ന സൈക്കിൾ പ്രകാരം നമുക്ക് ഏകദേശം 8,875 പ്ലസ് വേക്കൻസീസ് ആണ് മൊത്തത്തിൽ. അത് ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത്. സോ ഈ ഗ്രാജുവേഷൻ ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാം. +2 ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ഗാർഡും ഒക്കെയാണ്. കാരണം അതിനൊക്കെ ഇത്രയും കൂടെ ബെറ്റർ ആയിട്ടുള്ള പേ ആണ് വരുന്നത്. സോ ഇതിന് CBT 1ഉം CBT 2ഉം എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. സോ CBT 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. സോ 1 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമായിരിക്കും വെയിറ്റേജ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 1/3 മാർക്ക്, അതായത് 1/3 മാർക്ക് അല്ലെങ്കിൽ 0.33 ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന് വരുന്ന സബ്ജക്റ്റുകളാകെ 3 എണ്ണമേ ഉള്ളൂ. നമുക്ക് ജനറൽ അവയർനെസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ ഇംഗ്ലീഷ് അല്ല, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും മാത്സും വരുന്നുണ്ട്. ഇംഗ്ലീഷ് വരുന്നില്ല കേട്ടോ, സോറി. സോ ഈ 3 സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. സോ നിങ്ങളുടെ CBT 2 നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴും ഡെഫിനറ്റ്ലി ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. സബ്ജക്റ്റുകൾക്ക് മാറ്റമില്ല, അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റുകൾക്ക് മാറ്റമില്ല. ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിന് 4 ആൻസേഴ്സ് ഉണ്ടാകും, അതിലൊന്ന് മാത്രമായിരിക്കും ശരി ഉത്തരം. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലഭിക്കുക. അതിനുശേഷം ഇത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 2 പോകാം. സോ അതിൽ നിങ്ങളുടെ CBT 2 എന്ന് പറയുന്ന അതിലേക്കുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ CBT 1 നിങ്ങൾ മസ്റ്റായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് CBT 2 നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് ലെവൽ CBT 2ഉം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കായിരിക്കും വരിക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റ് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഒന്നും അല്ല. ഇവിടെ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈക്കോമെട്രിക് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. സോ ബേസിക്കലി നിങ്ങളുടെ സ്പേഷ്യൽ അവയർനെസ്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ
ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഇതിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകും. അപ്പോൾ റെയിൽവേയുടെ മെഡിക്കൽ എക്സാമിനേഷൻ അത്ര ലീനിയൻ്റ് അല്ല, കാരണം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അത് ഓരോ പോസ്റ്റ് സ്പെസിഫിക് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റിലേക്കാണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസ്സസ് ആയിരിക്കണം നിങ്ങളുടെ ഐ വിസിബിലിറ്റി, വിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് മെഡിക്കൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അങ്ങനത്തെ വീഡിയോസും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് പോസ്റ്റാണ്, അതായത് RPFലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. സോ ഡെഫിനറ്റ്ലി സബ് ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, എന്താണ് സബ് ഇൻസ്പെക്ടറുടെ ഒരു ജോലി പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സബ് ഇൻസ്പെക്ടർ പോലെ തന്നെ റെയിൽവേയുടെ പോലീസാണ് RPF അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അവിടുത്തെ സബ് ഇൻസ്പെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടത്തുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു യൂണിഫോംഡ് ആയിട്ടുള്ള ജോലിയാണ്. സോ എന്തായിരിക്കും ഇവരുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെയിൽവേ സ്റ്റേഷനിലും അതിൻ്റെ പരിസരത്തും എല്ലാം തന്നെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ആസിഡ്സ്, അതുപോലെ തന്നെ റെയിൽവേയുടെ പ്രോപ്പർട്ടി, ഇതെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ റെയിൽവേയിലെ പാസഞ്ചേഴ്സിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഏജ് ലിമിറ്റും റിലാക്സേഷനും കൂടെ നമുക്ക് പറയാം. സോ ഏജ് ലിമിറ്റ് 25, അതായത് 20നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് 33 വയസ്സ് വരെയുള്ളവർക്ക് പറ്റും, ഇത് ഇല്ല, 25 ഇയേഴ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, സോ OBC ആൻഡ് SC ST നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൈലബിൾ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SC STക്കാർക്ക് ഇവിടെ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, OBCക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ആകെ വേണ്ടത് ജസ്റ്റ് ഡിഗ്രി മാത്രമാണ്. ഓക്കെ, അതും ഏത് ഡിസിപ്ലിനിൽ നിന്നുമാകാം, അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാകാം, മിനിമം മാർക്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് നമ്മുടെ ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ റിട്ടൺ എക്സാമിൻ്റെ കൂടെ, റിട്ടൺ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ PET അല്ലെങ്കിൽ PMT ക്ലിയർ ചെയ്യണം. PET എന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, PMT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന ഹൈറ്റിനും ഇന്ന വെയ്റ്റിനും ഇടയിലുള്ള ആൾക്കാർ റണ്ണിങ്ങും അതുപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതും കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇത് ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, സ്റ്റേജ് 1 നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെയും 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ്റെ സമയം. പക്ഷേ നേരത്തെ NTPCയിൽ നമുക്ക് 100 മാർക്കിനായിരുന്നെങ്കിൽ ഇത് 120 മാർക്കിനാണ്, അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ വീണ്ടും മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ഇതിലും നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങളിത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ PET ആൻഡ് PMT നിങ്ങൾക്കുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് RPF SIയുടെ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ സാലറിയും കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ലെവൽ 6 വന്നിരിക്കുന്ന ഒരു പേ ഗ്രേഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ 35,000 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേയിലായതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ബെനിഫിറ്റ്സും വരും, ഫോഴ്സസിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും. സോ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി 45,000 to 50,000 ഇടയിലായിരിക്കും. അതായത് നിങ്ങളുടെ സാലറി വന്ന് നിങ്ങളുടെ ഡിഡക്ഷൻസ് ഒക്കെ പിടിച്ച് കഴിഞ്ഞ് അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇൻഹാൻസ് സാലറിയാണ് 50,000 റുപ്പീസിൻ്റെ അടുത്ത് വരിക. ഓക്കെ, ഇനി അതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പെർക്സും ഇവിടെയും അവൈലബിൾ ആണ്. ഗിയർനെസ് അലവൻസ് ഉണ്ട്, നിങ്ങൾക്ക് HRA കിട്ടും, അതിനുശേഷം ട്രാവൽ അലവൻസ് ഉണ്ട്, പിന്നെ റെയിൽവേ കൺസെഷൻ ടിക്കറ്റ്സ് കിട്ടും, പിന്നെ ചില നിങ്ങളുടെ പ്രൊമോഷൻ അനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് വർഷത്തിൽ ഇത്ര തവണ ഫ്രീ പാസസ് കിട്ടും. നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. അപ് ടു 2 കുട്ടികളുടെ 2 ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിരിക്കും. 33,000 റുപ്പീസ് സംതിങ് പെർ ഇയർ നിങ്ങൾക്ക് അതിന് വേണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല പ്രൊമോഷൻ പാത്ത് കൂടെ നിങ്ങൾക്ക് കിട്ടും. ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ SI
ആദ്യത്തെ പ്രൊമോഷന് ശേഷം ഡെഫിനറ്റ്ലി സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആകും, അതിനുശേഷം ചീഫ് ഇൻസ്പെക്ടർ ആൻഡ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ പാത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സൈക്കിളിൽ വന്ന സമയത്ത് നമുക്ക് ഏകദേശം 452 വേക്കൻസീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത സൈക്കിളിൽ തൗസൻഡ്സിൻ്റെ അടുത്തേക്ക് വേക്കൻസി വരും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത് വരുന്ന സമയത്ത് കോൺസ്റ്റബിൾ വേക്കൻസി കുറച്ചും കൂടെ കൂടുതൽ വരാറുണ്ട്. RPF SIയുടെ വേക്കൻസി കാരണം ഇത്രയും കൂടി ഒരു സീനിയർ ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് ഇത്രയുമാണ് വേക്കൻസി വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും ഒരു ചെറിയ കമ്പാരിസൺ ആണ് നമ്മളിവിടെ ജസ്റ്റ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ ആക്ച്വലി ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ഡിഗ്രി ആണ്. സോ ഇവിടെ 12th തന്നിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് NTPCയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിരിക്കും. എന്നാൽ RPFൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി സെക്യൂരിറ്റി ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് റിലേറ്റഡ് ആയിരിക്കും. ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല, എന്നാൽ SI പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരും. പക്ഷേ രണ്ടിലും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഇവിടെ സ്റ്റാർട്ടിംഗ് പേ വരുന്നത് അപ് ടു 35,000 ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത് തന്നെ 35,000 ആണ്. ഇവിടെ RRB NTPCയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളുണ്ട്, സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഓപ്പറേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളുണ്ട്. എന്നാൽ ഇതിൽ കൂടുതലും ഫീൽഡ് ഡ്യൂട്ടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വേക്കൻസി നോക്കുകയാണെങ്കിൽ NTPCയിൽ 1000 അതായത് ആയിരങ്ങളിലായിരിക്കും വേക്കൻസി വരുന്നത്. ആൻഡ് SI പോസ്റ്റിലേക്ക് സാധാരണ ഹൺഡ്രഡ്സിലേക്കായിരിക്കും, സാധാരണ 1000ൻ്റെ താഴെയായിരിക്കും വേക്കൻസി വരും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഗ്രോത്ത് പാത്തും അതായത് കരിയർ ഗ്രോത്ത് പാത്തും ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ജോലികളെ പറ്റിയൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ട് വരുന്നത് എങ്ങനെ നമുക്ക് ഈ ജോലിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നായിരിക്കും അല്ലേ. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക് CSEB SSC RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. അപ്പോൾ അതിന് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. നിങ്ങളുടെ പ്രിപ്പറേഷന് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മുടെ എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന പുതിയൊരു ബാച്ചാണ് RRB NTPC 2026ൻ്റെ സൂപ്പർ 30 ബാച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും ഈ ബാച്ചസിൽ ഉണ്ടാവുക. ഈ ബാച്ചിൽ ഉണ്ടാവുന്ന ഓരോ കുട്ടികൾക്കും നല്ല അറ്റൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ, ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താണെന്ന് പോലും അറിയില്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട. 3 ലെവൽ ട്രെയിനിങ്ങിലൂടെ നിങ്ങളെ കംപ്ലീറ്റ് എക്സാം റെഡി ആക്കാനാണ് നമ്മുടെ ഈ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ലെവലിൽ നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കും. രണ്ടാമത്തെ ലെവൽ ട്രെയിനിങ്ങിൽ നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്കുള്ള എക്സ്ട്രാ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ലെവൽ ട്രെയിനിങ്ങിൽ എക്സാംസിൻ്റെ മെയിൻസ് ലെവലിലേക്കുള്ള പ്രിപ്പറേഷൻ വരെ എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങളെ ഇതിലേക്കൊരു എക്സ്പേർട്ട് ആക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനിങ് വരുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിനൊക്കെ ഫുൾ ആക്സസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടാകും, മെൻറ്റർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി പ്ലാൻ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം കൂടാതെ തന്നെ എൻട്രിയുടെ മാത്രം AI അസിസ്റ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ RRBയുടെ NTPC എക്സാമിൻ്റെ ഡിഗ്രി പോസ്റ്റുകളിലേക്കും SI പോസ്റ്റുകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ഡിഗ്രി മാത്രം മതി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൻട്രി കൂടി ഉണ്ടെങ്കിൽ ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറയുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. സോ നമ്മുടെ എൻട്രിയുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ എൻട്രി ഗോൾഡ് ബാച്ചസിൽ ഏകദേശം 100ഓളം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഗോൾഡ് ബാച്ചുകളിൽ നിന്നും 3000-ൽ പരം അതായത് 3000+ സ്റ്റുഡൻസ് ആണ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ അപ് ടു 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 6000 രൂപയോളമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വിജയത്തിൽ നിങ്ങൾക്കും പങ്കാളി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 30% ഡിസ്കൗണ്ട് ഈ മാസം ഫുള്ള് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ദാ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ ഡിഗ്രി പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ഒക്കെ ഉടനെ തന്നെ ഫില്ലാകും. അതിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് ഒക്കെ ഉടനെ തന്നെ നടക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എക്സാം റെഡി ആവാൻ വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻസിലൂടെ എഴുതി ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടോപ്പിക്സ് ആണ് കൂടുതൽ വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കോമൻസിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കാം. ഓക്കെ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതിലൂടെയും നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കാം. സോ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പുതിയതായിട്ട് വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഉടനെ തന്നെ നിങ്ങൾ അവെയർ ആവുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.